ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലുള്ള ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തെയാണ്. ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട്ടിലെ ഓൾഡ് വൈത്തിരിയിലാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു തേനടയുടെയൊക്കെ ഡിസൈനിലാണ് ഈ മുൻഭാഗം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തേനുകളെക്കുറിച്ചും തേനീച്ചകളെക്കുറിച്ചും ഇവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ എൻട്രൻസ് ഫീ ആയിട്ട് അവർ വാങ്ങുന്നത് 30 രൂപയാണ്. ഇവിടെ നമുക്ക് തേനിനെക്കുറിച്ചും തേനീച്ചകളെക്കുറിച്ചും പറഞ്ഞു തരാൻ സ്റ്റാഫുകളുണ്ട്. ഇനി നമുക്ക് തേനിനെക്കുറിച്ച്, ഇവിടെ തേൻ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചൊന്നും അറിയാം. ഒരു വർഷത്തിൽ 20ഓളം വ്യത്യസ്തമായ തേനുകളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. അത് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ദ സ്പീഷീസ് ഓഫ് ബീസ്. ലോകത്തിൽ മൊത്തം 12 തരത്തിലുള്ള തേനീച്ചകളല്ല, 12 തരത്തിലുള്ള തേനീച്ചകൾക്ക് അനുസരിച്ച് തേനുണ്ടായിരിക്കും, വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തെ, ജോഗ്രഫിക്കൽ ഏരിയ. ഉയരം കൂടുന്തോറും തേൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടും. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, വെതർ കണ്ടീഷൻ. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നത്, നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേൻ കിട്ടും. അതേ സമയത്ത് നമ്മൾ സ്ഥിരമായി മഴ പെയ്യുന്ന കേരളത്തിലെ പോലെ കാലാവസ്ഥയിൽ നിന്നാണ് തേൻ കളക്ട് ചെയ്യുന്നത്, ലൂസായിട്ടുള്ള തേന കിട്ടും. നാലാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ ബ്ലോസം സീസൺ. ഏത് പൂക്കാലത്താണോ നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നതനുസരിച്ച് തേൻ്റെ മണം, ഗുണം, രുചി, തിക്നെസ്, കളർ, ടേസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തേന് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് 2 പ്രശ്നങ്ങൾ. തേനീച്ചക്കൂട്ടിൽ കൊണ്ടേ വെക്കുന്നത് നല്ല ശുദ്ധമായ തേനാണ്. അത് നമ്മൾ അട പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അതിലെ വേസ്റ്റ് കണ്ടൻസും, 2 അതിലെ വെള്ളവും. തേനിലെ വേസ്റ്റ് കണ്ടൻസിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ഈച്ചയുടെ അവശിഷ്ടം, പൊടിപടലം, മുറിമ്പ്, മരത്തിൻ്റെ പൊത്തുനിന്ന് നടക്കുന്ന അതിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ അടയിൽ നിന്ന് എടുത്ത സാധനം നമ്മളൊരു തുണീൻ്റെ അഴയിൽ കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ടിയുള്ള പദാർത്ഥമാണല്ലോ തേൻ. അപ്പോൾ ഏത് തുണീൻ്റെ അഴയിൽ കൂടെയാണോ തേൻ പോകണം, അതിലൂടെയൊക്കെ ചെറിയ ഈച്ചയുടെ കയ്യും കാലും ഒക്കെ പോവും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 100 ദിവസം വായു കിടക്കാത്ത എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ എന്ത് ചെയ്യും, തേൻ ഒഴിച്ചു വെക്കും. അപ്പോൾ തേന് ഭയങ്കര കട്ടിയാനെ കൊണ്ട് തേൻ താഴെ നിൽക്കുകയും വേസ്റ്റ് കണ്ടൻസൊക്കെ മുകളിലേക്ക് പൊന്തി വരികയും കറുത്ത അലുവ പോലെ ഉണ്ടാവും. കേരളത്തിൽ 100 ദിവസം. കേരളത്തിലെ തേനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയിൽ നിന്ന് 300 ഗ്രാം വരെ വേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് ആദിവാസികൾക്കും കർഷകർക്കൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്യാത്ത തേനാണ് കഴിക്കുന്നതെങ്കിൽ ഈ വേസ്റ്റ് അടക്കമാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തേൻ കഴിച്ചതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാത്തത്, കിട്ടാത്തത്. അപ്പോൾ ഈ വേസ്റ്റിന് നമ്മൾ തേൻ ചെത്തുക എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ബാക്കിയുള്ള തേനാണ് നമ്മൾ ഈ മെഷീനിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. ഇതെന്തിനാ വെച്ചാൽ 2ാമത്തെ കാറ്റഗറി വേസ്റ്റിനെ റിമൂവ് ചെയ്യാനും വെള്ളത്തിനെ ക്രമീകരിക്കാനും. 2ാമത്തെ കാറ്റഗറി വേസ്റ്റ് എന്ന് പറയുന്നത് മെഴുകാണ്. തേൻ്റെ അട പിഴിഞ്ഞിട്ടോ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തേൻ്റെ കൂടി ഈ മെഴുകിൻ്റെ അംശമുണ്ട്. ഈ മെഴുക് തേനിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ പോയാൽ അവിടെ ഉറച്ചിട്ട് നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസും ഇതൊക്കെ ഉണ്ടാകും. അതേപോലെ ഇന്ത്യയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം ആ വേസ്റ്റ് മെഴുക് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഒഴിക്കും. ഈ ചേമ്പറിൽ ഡബിൾ ചേമ്പറാണ്. ഇതൊരു വാട്ടർ ജാക്കറ്റാണ്. ഇതിൽ വെള്ളമാണ്. ഉള്ളിലത്തെ ചേമ്പറിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുക. ഈ വെള്ളത്തിന് നമുക്ക് 49 ഡിഗ്രി വരെ ചൂടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 40 ഡിഗ്രീൻ്റെ മുകളിലേക്ക് ചൂടാകുമ്പോഴത്തേന് തേനിലെ മെഴുകി രൂപീട്ട് പദരൂപത്തിലായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ എടുത്ത മെഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം, പദരൂപത്തിൽ കാണിച്ചു തരാം. വേണ്ടില്ലേ, ഇതിപ്പോൾ തേനിൽ നിന്ന് കിട്ടുന്ന മെഴുകാണ്. ഇത് നമ്മൾ വയറ്റിൽ പോയാൽ അവിടെ ഉറച്ചിട്ടുണ്ടാവും, നല്ല കട്ടിയാവും. അപ്പം ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ 49 ഡിഗ്രി ആകുമ്പോൾ കട്ട് ഓഫ് ആവും. നമ്മളതിനെ ഫിൽറ്റർ ചാമ്പറിലൂടെ കടത്തി വിടുന്ന സമയത്ത് നമുക്ക് എന്താവും, അപ്പുറത്ത് ശുദ്ധമായ തേൻ കിട്ടാൻ. ഇനി അവിടെ വെച്ചിട്ട് നമ്മൾ റിഫ്ലക്ടോമീറ്റർ എന്ന് പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് തേനിലെ വെള്ളത്തിന് അംശം ചെക്ക് ചെയ്യും. തേനിലെ വെള്ളത്തിന് അംശം 20% വരെയാണെങ്കിൽ ഇന്ത്യയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം വിൽപ്പന നടത്താം. 20% വരെയാണെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല സയൻറ്റിഫിക്കലി. പക്ഷേ 20% മുകളിൽ തേനിൽ വെള്ളത്തിന് അംശം തേൻ കള്ള് കുളിക്കുന്ന പോലെ കുളിക്കും, ഫെർമെൻറ്റേഷൻ നടക്കും, അതിൽ ഈസ്റ്റ് വളരും. ഈ ഈസ്റ്റുള്ള തേൻ നമ്മൾ കഴിച്ചാൽ, അല്ലെങ്കിൽ പുളിച്ച തേൻ കഴിച്ചാൽ ത്രിദോഷങ്ങൾ ഉണ്ടാകും. കഫം, പിത്തം, വാദം, ഈ 3 ദോഷങ്ങൾ ഉണ്ടാകും. ഈ ശുദ്ധമായ തേൻ കഴിച്ചാൽ ഈ 3 ദോഷങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തേൻ എന്ത് ചെയ്യും, ഡോസിംഗ് പമ്പ് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് തേൻ നമ്മൾ ഏറ്റവും മുകളിലേക്ക് കടത്തി വിട്ടിട്ട് ഈ വാക്വം സെപ്പറേഷൻ ടവറിലൂടെ പോകും. ഈ വാക്വം സെപ്പറേഷൻ, അപ്പോൾ ഇതെന്താവും, മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യും, അഥവാ തേനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യും. അതിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും, നീരാവിയാക്കി മാറ്റും. ആ നീരാവി തേനോട് ഒരു കുമിള രൂപത്തിൽ ഇതിലേക്ക് വരും. ഇത് ഹൈ പ്രഷർ വാക്വം പമ്പ് കൊണ്ട് കണക്ട് ചെയ്താണ്. ഇത് ആ കുമിളകൾ പൊട്ടിച്ച നീരാവി വലിച്ചിട്ട് കൂളിൻ്റെ അവരിലൂടെ തടഞ്ഞു. അപ്പോൾ നീരാവി തണുക്കുമ്പോൾ എന്താവും, വെള്ളമായിട്ട് സെപ്പറേറ്റ് കിട്ടും. ഇതിപ്പോൾ തേനിൽ നിന്ന് കിട്ടിയ വെള്ളമാണ്, മനസ്സിലായില്ലേ? ഇതാ ഈ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിപ്പോൾ ഞാൻ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെക്കുന്നത്. ഇത് പ്യുവർ വാട്ടറാണ്. ഇനി പുളിച്ച തേനാണ് അവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുക ആൽക്കഹോൾ കണ്ടൻറ്റഡ് വാട്ടറാണ്, ചാരായം പോലത്തെ ഒരു വെള്ളമാണ് കിട്ടുക. എന്തായാലും ഈ വെള്ളം നമുക്ക് അതിന്, ഇത് അധികമായിട്ട് തേനിലുള്ള വെള്ളമാണ്. തേനിൽ നമുക്ക് വേണ്ട വെള്ളം 20%. ഇപ്പോൾ നമ്മളൊരു 19% വരെ ആക്കിയിട്ടുണ്ടാക്കും
ബാക്കിയുള്ള, കാരണം തേന് തുറന്നു വെച്ചാൽ തന്നെ അത് വായുവിലുള്ള വെള്ളം വലിച്ചിടും. അപ്പം ആ വെള്ളം എടുത്തതിന് ശേഷം ബാക്കിയുള്ള തേൻ നമ്മൾ കൂളിങ് ഫിൽറ്റർ ചെയ്യുമ്പോൾ ഒരു പതയും കാണിച്ചെന്നില്ലേ, ആ പതയൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ മെഴുകെ കിട്ടും. ഭയങ്കര ഹാർഡാണ്, ഞാൻ പറഞ്ഞില്ല, ഫിൽറ്റർ ചെയ്യാതെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് വയറ്റിൽ പോയാൽ വയറിൽ ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇത് പണ്ട് ആശാരിമാർ സ്ക്രൂ ടൈറ്റ് ചെയ്യാനും നമ്മൾ ചെരുപ്പ് കുത്തികളൊക്കെ നമ്മൾ അതിൻ്റെ കയറ് ടൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽസിൽ പോയി നിങ്ങൾ ക്യാൻഡിൽ ഡിന്നറിന് ഓർഡർ ചെയ്താൽ അവിടുത്തെ മെഴുകുതിരിയായി ഉപയോഗിക്കുന്നതും ബിവാക്സ് ആണ്. അതേപോലെ തന്നെ ഞങ്ങളവിടെ ഒരു ബിവാക്സ് എന്ന് പറഞ്ഞ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുണ്ട് പൊട്ടുന്നതിന്, കാല് വെള്ളിച്ചയ്ക്ക്, ആഫ്റ്റർ ഷവറായിട്ടും, അണ്ടർ ആംസിലും കാലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടിലിനൊക്കെ ചൊറിച്ചിലിനൊക്കെ വേണ്ടി ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നതും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഈ തേനീച്ചയുടെ മെഴുക് ഉപയോഗിക്കാം. പണ്ട് എല്ലാവരും തേനീച്ചയുടെ മെഴുക് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ വിലയും ലഭ്യതക്കുറവും കാരണമാണ് പാരാഫിൻ അതേപോലെ പെട്രോളിയം ജെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി തേൻ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കറുത്ത് വരും. ഓക്കെ, ഇപ്പോൾ കാണിച്ചുതരാം. ഇത് കൊല്ലത്തെ തേനാണ്, ഇത് കഴിഞ്ഞ കൊല്ലത്തെ തേനാണ്. 3 കൊല്ലം പഴക്കമുണ്ട്, 4 കൊല്ലം പഴക്കമുണ്ട്, 5 കൊല്ലം പഴക്കമുണ്ട്, ഇത് 8 കൊല്ലം പഴക്കമുണ്ട്, ഇത് 10 കൊല്ലം പഴക്കമുണ്ട്, ഇത് 13 കൊല്ലം പഴക്കമുണ്ട്. സൂര്യപ്രകാശം വരെ കടന്നു പോകും. തേന് എത്ര കൊല്ലം വെച്ചാലും കേടാവില്ല. 1000 കൊല്ലമല്ല 2000 കൊല്ലം വെച്ചാലും തേൻ കേടാവില്ല. ഈജിപ്തിലെ മമ്മീസ് വരെ തേൻ ധരിച്ചിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തേൻ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ്. തേൻ ആകെ ഒരു കേടാവില്ലുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫെർമെൻറ്റേഷൻ, പുളിച്ച് തേണ്ടുക എന്ന് പറയുന്നത് അതാണ്. ഇത് നമ്മളുടെ ഇസ്ലാം മതത്തിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വിഭാഗം ആളുകൾക്ക് വഹി കൊടുത്തിരിക്കുന്നത്. ഒന്ന് പ്രവാചകന്മാർക്കും, ഒന്ന് തേനീച്ചയ്ക്കുന്ന ആൾക്കാർ. അതിൽ തേനീച്ചയുടെ വഹിയാണ് ശരിക്കും ഈ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. ഇതാണ് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന 6 ഉൽപ്പന്നങ്ങൾ. ഒന്ന് തേനാണ്, 80% ഗ്ലൂക്കോസിന്റെ കണ്ടന്റുള്ള ഹീലിംഗ് പവറുള്ള ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്ന ഫുഡ് ഓഫ് ഗോഡ് എന്ന് വരെ അറിയപ്പെടുന്ന വസ്തുവാണ് തേൻ എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തെ പൂമ്പൊടിയാണ്. നമ്മൾ പരാഗണം നടത്തുമ്പോൾ മേത്തൊക്കെ പൂമ്പൊടി പറ്റി പിടിക്കുന്നുണ്ടല്ലേ, ആ പരാഗണം കഴിഞ്ഞ് ബാക്കി വരുന്ന പൂമ്പൊടി അവർ കൈകൊണ്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഉലുവന്റെ വാൽപ്പത്തിൽ കാലിന്റെ ബാക്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ തേനീച്ച കർഷകർ അത് കാണുന്ന സമയത്ത് ഈ പോളൻ ട്രാപ്പ് എന്ന് പറയുന്ന ട്രാപ്പ് തേനീച്ചക്കൂടിന്റെ മുമ്പിൽ കൊണ്ടുവെക്കും. അപ്പോൾ തേനീച്ചകൾ ഈ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ തേനീച്ചയ്ക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള പൂമ്പൊടി ഇവിടെ തട്ടിയിട്ട് ഇതിലേക്ക് വീഴും. അപ്പോൾ അത് അവരിങ്ങനെ കളക്ട് ചെയ്യും. ഇത് ഹൈ പ്രോട്ടീനാണ്. 100 ഗ്രാമിൽ 28 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ലോകത്ത് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ബീപ്പൾ. ജിമ്മിന് പോകുന്നവർ, സെക്ഷലി വീക്കുള്ളവർ, സ്പോർട്സ് മാന്മാർ, ഡയറ്റിംഗ് പ്ലാൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ബീപ്പോൾ എന്ന് പറയുന്ന സാധനം. ഇത് യൂറിക് ആസിഡുള്ളവർക്ക് മാത്രം പറ്റില്ല. ഇവിടെ നമുക്ക് തേൻ്റെ എല്ലാ വെറൈറ്റീസിൻ്റെയും സാമ്പിൾ ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നതാണ്. അതിലിഷ്ടപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടുന്ന് വാങ്ങുവാനും സാധിക്കുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ഗാർഡനിൽ തേനീച്ചകളുടെ മോഡലിൽ കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.